നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള 100 ക്വസ്റ്റ്യൻസാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫീമർ. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റെപ്പീസ്. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികൾ 22. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ. ഏറ്റവും വലിയ അവയവം ത്വക്ക്. പ്രധാന ശുദ്ധീകരണാവയവം വൃക്ക. മനുഷ്യഹൃദയത്തിലെ വാൽവുകൾ 4. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. സാധാരണയായി കയ്യിൽ നാടി പിടിച്ചു നോക്കുന്ന രക്തധമനി റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെ. പ്രായപൂർത്തിയായ മനുഷ്യശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് 60 മുതൽ 65% വരെ. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം വൃക്ക. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. മനുഷ്യശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ പുരുഷബീജങ്ങൾ. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം ഏകദേശം 7.4. ഒരു കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി തൈമസ്. ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം കണ്ണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡികൾ അഥവാ 46. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടൈലിൻ. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ടസ്ഥലം പെരിക്കാർഡിയം. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. മനുഷ്യശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം ഇരുമ്പ്. വിവിധ രക്തഗ്രൂപ്പുകൾ എ ബി എ ബി ഒ. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ്. മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. മനുഷ്യശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യശരീരത്തിൽ ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ബാധിക്കുന്നത്? രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല്. ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം ഏതാണ്? കരൾ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് 170 ലിറ്റർ. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ? വൻകുടലിൽ. മൂത്രത്തിൻ്റെ ഇളമഞ്ഞ നിറത്തിൻ്റെ കാരണം യൂറോക്രോം. മനുഷ്യശരീരത്തിൽ എത്ര പേശികളുണ്ട്? ഏകദേശം 639. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റെപ്പിസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിതംബ പേശികൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ആരോഗ്യവാനായ ഒരാളിൻ്റെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 1 കിലോഗ്രാം മുതൽ 1.2 കിലോഗ്രാം വരെ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ആർട്ടറികൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ? കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സമുണ്ടാകുമ്പോൾ.
ആരോഗ്യവാനായ ഒരാളുടെ വലതു ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടതു ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം 25 സെൻറ്റിമീറ്റർ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? 10. മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം? ഗർഭപാത്രം. ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. ആരോഗ്യവാനായ ഒരാളിൻ്റെ ബ്ലഡ് പ്രഷർ 120/80. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം 1200 മുതൽ 1500 ഗ്രാം വരെ. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതാണ്? വിറ്റാമിൻ ഡി. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപ്പാദന ശേഷി ഏകദേശം 1 ലിറ്റർ. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നതിപ്പോൾ? പല്ലിൻ്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. ഹെർണിയ എന്താണ്? ശരീരത്തിൻ്റെ ബലക്ഷയമുള്ള ഭാഗത്തുകൂടി ആന്തരിക അവയവത്തിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നത്. പുരുഷന്മാരിൽ മീശ കുരിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര്? ടെസ്റ്റോസ്റ്ററോൺ. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം? ആമാശയം. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യം. രക്തത്തിലെ ദ്രാവകം? പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 മില്ലി ലിറ്റർ. ഇത് ടൈഡൽ എയർ എന്നും അറിയപ്പെടുന്നു. ഒരു സാധാരണ മനുഷ്യന് ലഭ്യമാകേണ്ട ധാന്യത്തിൻ്റെ അളവ് 400 മുതൽ 500 ഗ്രാം വരെ. മനുഷ്യനിൽ ദഹന പ്രക്രിയ പൂർത്തിയാകാൻ വേണ്ട സമയം 3 മുതൽ 4 മണിക്കൂർ വരെ. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത്? അന്നനാളം. ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം? ഹീമോഗ്ലോബിൻ. പോഷകാംശം വലിച്ചെടുക്കുന്നത്? ചെറുകുടൽ. ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം? വൻകുടൽ. മനുഷ്യരിലെ ഉളിപ്പല്ല് 8. മനുഷ്യരിലെ കോമ്പലുകളുടെ എണ്ണം 4. മനുഷ്യരിലെ ചർവണകം 8. മനുഷ്യരിലെ ചർവണകം 12 എണ്ണം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാതെ സൂക്ഷിക്കുന്നത്? പാരാതെർമോൺ. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പാൻക്രിയാസ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്? അഡ്രിനാലിൻ. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്? പ്രോലാക്റ്റിൻ. മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം 20. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ? സീറോസിസ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു? അമോണിയ. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ്? പ്ലീഹ. രക്തഗ്രൂപ്പുകളുടെ പിതാവ്? കാൾലൻഡ് സ്റ്റൈനർ. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.